ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് മത്തി ഈ രീതിക്കൊന്ന് വറുത്ത് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഇട്ട് കഴിഞ്ഞു പോയി കേട്ടോ. അതുകൊണ്ടാണ് ആദ്യം അടുപ്പ് കത്തിക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ ശേഷം അതിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ചെയ്ത് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടുപ്പ് കത്തിക്കണം. അടുപ്പ് കത്തിച്ച് ഇതൊന്ന് ചൂടാകുന്ന ടൈമിൽ തന്നെ നമ്മൾ കുറച്ച് കൊച്ചുള്ളിയും പിന്നെ വെളുത്തുള്ളിയും കൂടി അരച്ച് വെച്ചത് ഇതിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. ഇതൊന്ന് നല്ലവണ്ണം പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. നല്ലവണ്ണം ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. മത്തിക്കും കൂടെ പിടിക്കേണ്ട രീതിക്കുള്ള ഉപ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞ ശേഷം പിഴിഞ്ഞ് വച്ചേക്കുന്ന പുളിവെള്ളവും കൂടി അതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ മീൻ വറുത്തതുപോലെ ആകുകയും ചെയ്യും, എന്നാൽ മീൻ കറി വെച്ച് എടുക്കുന്ന ആ രീതിക്കുള്ള ടേസ്റ്റ് കിട്ടുകയും ചെയ്യും വാളംപുളി ചേർത്തത് കൊണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. അതൊന്ന് നല്ലവണ്ണം തിളച്ച് ഉപ്പും എല്ലാം കൂടെ യോജിച്ച് വരുന്ന ടൈമിൽ നമുക്ക് ആ മത്തി അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അത് വറുത്ത് കോരുന്നത് പോലെ ആകും. നമുക്ക് അതുപോലെ തന്നെ കഴിക്കാനായിട്ടുള്ള ഗ്രേവി അതിൽ കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ എടുത്ത് വച്ചേക്കുന്ന വരഞ്ഞ് വച്ചേക്കുന്ന മത്തി ഇങ്ങനെ നിരത്തി കൊടുക്കണം. അതുപോലെ നിരത്തി കൊടുത്താൽ മത്തി കഴിക്കാത്ത കുറേ ആൾക്കാരുണ്ട്. അപ്പം ഈ രീതിക്കൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ടേസ്റ്റ് കാണും. കഴിക്കാത്തവരും കഴിച്ചു പോവും. അപ്പം എല്ലാം ഞാൻ ഇടുന്നില്ല, നമ്മുടെ പിങ്കിക്കുട്ടിക്കും വേണം. അവൾക്കും ഇപ്പം മത്തിയാണ് ഞാൻ കൂടുതലും കൊടുക്കുന്നത്. സുഖമില്ലാതായ ശേഷം എന്നും മീൻ തന്നെയാണ് കൂടുതലും വാങ്ങി കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ കുറച്ചൊക്കെ എടുത്ത് ഞാൻ വച്ച് കൊടുത്തു. അപ്പോൾ ഇനി അവൾക്ക് ബാലൻസ് ഒരു 4-5 എണ്ണം വച്ചിരുന്നാൽ അവൾക്ക് കൂടിയാകും. അപ്പോൾ ഇതുപോലെ ഒന്ന് മൂക്കുന്നു. നല്ലോണം വേകണമല്ലോ, നമുക്ക് മത്തിയാണെങ്കിൽ നല്ല വേകണം. അപ്പോൾ ഈ കുറഞ്ഞ തീയിൽ തന്നെ കിടന്നൊന്ന് ഒരു സൈഡ് വെന്ത് വരുമ്പോൾ നമുക്ക് മറിച്ചെടുക്കുമ്പോൾ മറിച്ചും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ മത്തിതാ എണ്ണയിലും ഇതിലും വാളംപുളിയിലും എല്ലാം കിടന്ന് നല്ലവണ്ണം വറ്റി വരുന്നുണ്ട്. അതൊന്ന് നല്ലവണ്ണം മൂത്ത് വരുന്നതിന് മുന്നേ നമ്മൾ എടുക്കണം കേട്ടോ. ഒത്തിരി അങ്ങ് ഇതായിപ്പോയാൽ നമ്മൾ സാധാ മത്തി വറക്കും പോലെ ആയിപ്പോൾ. അപ്പോൾ ഇതല്പം ഗ്രേവി കൂടെ ഇരിക്കുന്ന രീതിക്ക് നമ്മൾ എടുക്കണം. ഞാൻ പാനിലല്ല വെച്ചത്, ചീനച്ചട്ടിയിലാണ്. അതാണ് ഈ ഒരു ഇത്. പാനിലാണെങ്കിൽ നമുക്ക് നിരത്തി വയ്ക്കാം. അപ്പോൾ ഇന്നിപ്പോൾ ചീനച്ചട്ടിയാണ് ഞാൻ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ്. അപ്പം എടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ഇതായി പോകുന്നതാണ്. ഇതുപോലെ പാനിലാവുമ്പോൾ നമുക്ക് നല്ലവണ്ണം എടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊരല്പം കൂടെ പറ്റാനേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ മത്തിയെല്ലാം നല്ല ഗ്രേവിയും എന്നാൽ വറുത്തതുപോലെയും എല്ലാം നല്ലവണ്ണം ഇരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മത്തി കഴിക്കാത്തവരായാലും ഈ രീതിക്ക് ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് പുളിരസം കൂടെ ഉള്ളതുകൊണ്ട് നല്ല ഒരു ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ കൊടുത്ത് സപ്പോർട്ട് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.